കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിലെ 3 മാർക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. ഇന്ന് നമ്മൾ ബാക്കിയുള്ള 3 മാർക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഒബ്സർവ് ദി ഡയഗ്രമാറ്റിക് വ്യൂ ഓഫ് സെൽ സൈക്കിൾ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. എ. ഐഡന്റിഫൈ ദ ഫേസ് ഇൻ വിച്ച് DNA synthesis takes place. B. mention any one event that takes place in the stages marked as X and Y. 2015 മാർച്ചിലെ ചോദ്യമാണ്. സെൽ സൈക്കിൾ തന്നിട്ടുണ്ട്. വ്യത്യസ്തമായാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് കേട്ടോ. സെൽ സൈക്കിളിൽ സാധാരണ ഇന്റർഫേസിലുള്ള G1 SO G2 ബ്ലാങ്ക് ആക്കി തന്നിട്ട് ഏതാണെന്നാണ് ചോദിച്ച് കണ്ടേക്കുന്നത്. ഇവിടെ ഒരു വ്യത്യസ്തതയുള്ളത് മൈറ്റോസിസ് അഥവാ M ഫേസിലുള്ള 2 സ്റ്റേജസ് ആണ് ബ്ലാങ്ക് എക്സും വൈയും കൊടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ DNA സിന്തസിസ് നടക്കുന്ന ഫേസ് ഏതാണെന്ന് ആദ്യം ചോദിച്ചിട്ടുണ്ട്. അതെവിടെയാണ്? ഇന്റർഫേസിലുള്ള S ഫേസ് ആണ്. അതാണ് ആദ്യത്തെ ഉത്തരം. ബിയിൽ ചോദിച്ചേക്കുന്നത് മെൻഷൻ എനി വൺ ഈവന്റ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ സ്റ്റേജസ് മാർക്ക്ഡ് ആസ് X and Y. അപ്പോൾ ആദ്യം എക്സും വൈയും ഏതാണെന്ന് അറിയണ്ടേ? അത് നോക്കിയാൽ നമുക്കൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പ്രോഫേസ് കഴിഞ്ഞാലാണ് എക്സ് കൊടുത്തേക്കുന്നത്, പിന്നെയാണ് വൈ കൊടുത്തിട്ടുള്ളത്, പിന്നെ ടീലോഫേസ്, സൈറ്റോകൈനസിസ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ കാരിയോകൈനസിസിലുള്ള പ്രോഫേസ് കഴിഞ്ഞാൽ ഏതാ വരിക? നമുക്കറിയാം അത് എക്സ് ഏതാണ്? മെറ്റാഫേസ് ആണ്. മെറ്റാഫേസ് കഴിഞ്ഞാലാണ് ഇവിടെ വൈ കൊടുത്തേക്കുന്നത്. ഏതാണ്? അനാഫേസ് ആണ്. അപ്പോൾ എക്സ് മെറ്റാഫേസ് ആണ്, വൈ അനാഫേസ് ആണ്. അവിടെയുള്ള ഈവൻസ് കൂടി നമ്മൾ എഴുതണം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ എക്സ് മെറ്റാഫേസ് ആണല്ലോ. മെറ്റാഫേസിൽ എന്താ? ക്രോമസോംസ് അറ്റാച്ച് അറ്റ് ദി സെൻട്രോമിയർ ആൻഡ് ക്രോമസോംസ് ആർ അലൈൻഡ് അറ്റ് ദി ഇക്വേറ്റർ റീജിയൻ ഫോമിംഗ് മെറ്റാഫേസ് പ്ലേറ്റ്. വൈ എന്ന് പറയുന്നത് അനാഫേസ് ആണല്ലോ. അപ്പോൾ അവിടെ എങ്ങനെയാ? സ്പിൻഡൽ ഫൈബേഴ്സ് കോൺട്രാക്ട്, ക്രോമസോം split at centromere forming forming chromatids. അവിടെ Y എന്താണ്? അനാഫേസ് ആണ്. അനാഫേസിൽ എന്താ വരിക? സ്പിൻഡൽ ഫൈബേഴ്സ് കോൺട്രാക്ട് ആൻഡ് ക്രോമസോം സ്പ്ലിറ്റ് അറ്റ് ദ സെൻട്രോമിയർ ഇൻടു chromatids move to opposite poles. വളരെ ക്ലിയർ ആണ്. അടുത്ത ചോദ്യം. The diagram shown below represents a stage in mitosis. A part label the part A and B. B. identify the stage and C. mention any 2 events occurring in the stage. ഇത് 2014 ഇംപ്രൂവ്മെന്റിന്റെ ചോദ്യമാണ്. 10 വർഷം മുന്നേയുള്ള ചോദ്യം. കുഴപ്പമൊന്നുമില്ല, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമാണ്. അവിടെ കൊടുത്തേക്കുന്നത് മൈറ്റോസിസിലുള്ള ഒരു സ്റ്റേജ് ആണ്. നമുക്കറിയാം അതേതാ സ്റ്റേജ്? മെറ്റാഫേസ് ആണ്. മെറ്റാഫേസിന്റെ ഡയഗ്രത്തിൽ എയും ബിയും അവിടെ ലേബൽ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം എ എന്താണ്? ലൈൻ അല്ലെ, ക്രോമസോമിന്റെ കൈനറ്റോകോറിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന പ്രോട്ടീൻ കൊണ്ടുള്ള ഫിലമെന്റ് ആണ്. എന്താ സാധനം? സ്പിൻഡൽ ഫൈബർ ആണ്. സോ എ ഈസ് സ്പിൻഡൽ ഫൈബർ. ബി എന്താണ്? ബി നമുക്കറിയാം എന്താ സാധനം? അത് ക്രോമസോംസ് ആണ് അല്ലെ. ക്രോമസോം എന്ന് ലേബൽ ചെയ്യാം. ഐഡന്റിഫൈ ദ സ്റ്റേജ്. The stage is identified as metaphase. Mention any 2 events occurring in the stage. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്താണ്? സ്പിൻഡൽ ഫൈബേഴ്സ് അറ്റാച്ച് അറ്റ് ദ കൈനറ്റോകോറിൽ, ക്രോമസോംസ് arranged at the equator forming metaphase plate. Clear. അടുത്ത ചോദ്യം. Prophase of the first meiotic division is typically longer and complex. It has been further subdivided into 5 phases. The major events of these subphases are given below. A. Pairing of homologous chromosomes. B. Terminalization of chiasmata. C. Crossing over occurs. And D. Chromosomes are visible under a light microscope. ഒന്നുകൂടെ ഉണ്ട്. E. Formation of chiasmata. Identify the stages A, B, C, D and E. Arrange these stages in correct order of occurrence. അത് നമ്മൾ സ്റ്റേജസ് കണ്ടുപിടിക്കുന്നു. പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് എവിടെയാണ്? സൈഗോട്ടീനിലാണ്. ടെർമിനലൈസേഷൻ ഓഫ് കൈസ്മാറ്റ എവിടെയാണ്? ഡയാകൈനസിസിലാണ്. ക്രോസിംഗ് ഓവർ എവിടെയാണ്? അത് പാക്കറ്റീനിലാണ്. ക്രോമസോംസ് ആർ വിസിബിൾ അണ്ടർ എ ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ അത് എവിടെ വരിക? അത് ലെപ്റ്റോട്ടീനാണ്. ആൻഡ് ഫോർമേഷൻ ഓഫ് കൈസ്മാറ്റ എവിടെയാണ് വരിക? ഡിപ്ലോട്ടീൻ ആണ് വരിക. അപ്പോൾ ഈ ഈവൻസിൻ്റെ ഓർഡർ നമുക്കറിയാം. സ്റ്റേജസിൻ്റെ ഓർഡർ ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ് ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന ഈവൻസിനെ അതായത് കറക്റ്റ് ഓർഡർ ഓഫ് ഒക്കറൻസ് ആയിട്ട് നമ്മളൊന്ന് അറേഞ്ച് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഏതാ വരിക? ലെപ്റ്റോട്ടീനിൽ നടക്കുന്ന പോയിന്റ് ഇവിടെ ഏതാണ്? ക്രോമസോംസ് ആർ വിസിബിൾ അണ്ടർ എ ലൈറ്റ് മൈക്രോസ്കോപ്പ്. അപ്പോൾ ഡി കംസ് ഫസ്റ്റ്. അടുത്തത് പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. ഡി കഴിഞ്ഞ രണ്ടാമത്തെ പോയിന്റ് എ ആണ്. ഇനി പെയറിംഗ് കഴിഞ്ഞ പിന്നെ എന്താ നടക്കണ്ടേ? സി ആണ്. ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ്. ക്രോസിംഗ് ഓവർ നടന്നാൽ പിന്നെ എന്താ നടക്കണ്ടേ? ഫോർമേഷൻ ഓഫ് കയസ്മേറ്റ. ഇ ആണ്. പിന്നെ കയസ്മേറ്റൊക്കെ ഫോം ചെയ്താൽ പിന്നെ എന്താ വേണ്ടേ? അവിടെ ടെർമിനലൈസേഷൻ ഓഫ് കയസ്മേറ്റ. ബി ആണ് ലാസ്റ്റ് വരിക. അടുത്ത ചോദ്യം. ഒബ്സർവ് ദ ഫോളോയിങ് ഫേസസ് ഓഫ് ന്യൂക്ലിയർ ഡിവിഷൻ ഡ്യൂറിംഗ് മൈറ്റോസിസ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 2 ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കുറച്ച് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നെയിം ദി 2 phases of A and B. വാട്ട് ആർ ദ മെയിൻ ഈവൻറ്റ്സ് occurring in these 2 stages. ഇത് നമ്മൾ കണ്ട സാധനം തന്നെയാണ്. എ എന്ന് പറയുന്നത് മെറ്റാഫേസ് ആണ്. ബി എന്ന് പറയുന്നത് ഇവിടെ അനാഫേസിന് പകരം ഈ ചോദ്യത്തിൽ അവർ കൊടുത്തിരിക്കുന്നത് ടീലോഫേസിൻ്റെ ചിത്രമാണ് കേട്ടോ. അതാണ് ഒരു ചെറിയ വ്യത്യാസമുള്ളത്. സോ എ മെറ്റാഫേസ്, ബി ടീലോഫേസ്.
വാട്ട് ആർ ദ മെയിൻ ഈവൻറ്റ്സ് ഒക്കറിങ് ഇൻ ദീസ് 2 സ്റ്റേജസ്? മെറ്റാഫേസിന് പറയേണ്ട ആവശ്യമില്ല. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് അറ്റ് ദി കൈനറ്റോകോർ ഓഫ് ദി ക്രോമസോംസ്. ക്രോമസോംസ് ആർ അലൈൻഡ് അറ്റ് ദ ഇക്വേറ്റർ റീജിയൻ ഫോമിംഗ് മെറ്റാഫേസ് പ്ലേറ്റ്. ക്ലിയർ. ടീലോഫേസിന്റെ കേസ് ആകുമ്പോൾ പ്രോഫേസിന്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടർ എന്ന് നമ്മൾ 2 മാർക്ക് ക്വസ്റ്റൻസിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. എന്തൊക്കെയാണ് വരിക? ന്യൂക്ലിയർ എൻവലപ്പ് റീഅപ്പിയേഴ്സ്, ന്യൂക്ലിയോലസ് ഗോൾഗി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം റീഅപ്പിയേഴ്സ്. പിന്നെ എന്താ നമ്മൾ പറയുക? ക്രോമസോംസ് ഡീകണ്ടൻസ്ഡ് ഇൻ ടു ക്രോമാറ്റിൻ ഫൈബേഴ്സ്. ഓക്കെ, അടുത്ത ചോദ്യം. A diagrammatic view of a cell cycle is given below. A. Identify the phase in which DNA synthesis takes place. Chromosomes are arranged at the equator of the spindle and mention 2 significant points of mitosis in the life of an organism. ഇതും കുറച്ച് മുന്നേയുള്ള ചോദ്യമാണ്, പക്ഷെ വ്യത്യസ്തമായ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഐഡൻറ്റിഫൈ ദ ഫേസ് ഇൻ വിച്ച് DNA സിന്തസിസ് ടേക്സ് പ്ലേസ്. അത് ഇൻ്റർഫേസിലെ എസ് ഫേസിൽ, സിന്തസിസ് ഫേസിൽ നടക്കുന്ന ഈവൻ്റ് ആണ്. ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ ഇക്വേറ്റർ ഓഫ് ദ സ്പിൻഡിൽ. അത് ഇൻ്റർഫേസിലെയാണോ? അല്ല, മൈറ്റോസിസിലെ മെറ്റാഫേസിൽ നടക്കുന്ന ഈവൻ്റ് ആണ്. ദെൻ മെൻഷൻ 2 സിഗ്നിഫിക്കൻറ്റ് പോയിന്റ്സ് ഓഫ് മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൈറ്റോസിസ് ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് എൻ ഓർഗാനിസം. പിന്നെയോ മൈറ്റോസിസ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ക്രോമസോം നമ്പർ. പിന്നെയോ മൈറ്റോസിസ് ഹെൽപ്സ് ഇൻ ദ വൂണ്ട് ഹീലിംഗ്. മുറിവുകൾ ഉണ്ടായാൽ അവിടെ പുതിയ സെൽസ് വരുന്നത് എന്തുകൊണ്ടാണ്? മൈറ്റോസിസ് കൊണ്ടാണ്. സോ ഇറ്റ് ഈസ് ക്ലിയർ. സോ അടുത്ത ക്വസ്റ്റ്യൻ. Observe the diagram given below representing a stage of mitosis. A. Identify the stage. B. Distinguish it from corresponding stage of meiosis 1. And C. Mention the role of spindle fibers in mitosis. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ ചോദ്യമാണ്, കുറേ മുന്നേ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഡയഗ്രാം കണ്ടാൽ തന്നെ അറിയാം. ദ സ്റ്റേജ് ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് മെറ്റാഫേസ്. ഡിസ്റ്റിങ്വിഷ് ഇറ്റ് ഫ്രം ദി കറസ്പോണ്ടിങ് സ്റ്റേജ് ഓഫ് മിയോസിസ് 1. മിയോസിസ് 1-ൽ നടക്കുന്ന മെറ്റാഫേസ് 1-നെ ഇതിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമാക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ എന്താ വ്യത്യാസം നമുക്ക് കറക്റ്റ് അറിയണം. മൈറ്റോസിസിലുള്ള മെറ്റാഫേസിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് അറ്റ് ദി കൈനറ്റോകോർ ഓഫ് ദി ക്രോമസോംസ് ആൻഡ് ക്രോമസോംസ് ആർ അലൈൻഡ് അറ്റ് ദി ഇക്വേറ്റർ ഓഫ് ഫോമിംഗ് മെറ്റാഫേസ് പ്ലേറ്റ്. ഇവിടെ ക്രോമസോമിലാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുന്നെങ്കിൽ നമ്മൾ മിയോസിസ് 1-ലെ മെറ്റാഫേസ് 1 പറയുമ്പോൾ എന്ത് പറയണം? ഒരു സെറ്റ് ക്രോമസോം അല്ല, അവിടെ ഓരോ ക്രോമസോമുകൾക്കും പെയർ വരും. എന്ന് വെച്ചാൽ ഹോമോലോഗസ് പെയർ ഓഫ് chromosomes are attached at the equator forming metaphase plate in the case of meiosis 1. അറിയാലോ, പ്രോഫേസ് 1 ഓഫ് ദി മിയോസിസ് 1-ലെ സൈഗോട്ടീനിൽ ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ പെയറിങ് നടക്കും. ഈ പെയറായിട്ടുള്ള ഹോമോലോഗസ് ക്രോമസോമുകളാണ് പിന്നീട് മെറ്റാഫേസ് 1-ലേക്ക് വരുമ്പോൾ സെൻറ്ററിൽ ഇക്വേറ്ററിൽ അലൈൻ ചെയ്യുക. അപ്പോൾ മെറ്റാഫേസിൽ ക്രോമസോംസ് ഒറ്റ ലൈനായിട്ടാണ് വരുന്നതെങ്കിൽ മിയോസിസ് 1-ലുള്ള മെറ്റാഫേസ് 1-ലാകുമ്പോൾ എങ്ങനെയാണ് വരിക? ക്രോമസോംസ് ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോംസ് aligned at the equator എന്ന് വേണം പറയാൻ. ഇനി മെൻഷൻ ദി റോൾ ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ് ഇൻ മൈറ്റോസിസ്. അറിയാം സ്പിൻഡിൽ ഫൈബേഴ്സ് എന്താ ചെയ്യുന്നത്? സ്പിൻഡിൽ ഫൈബേഴ്സ് which are attached at the kinetochore of the chromosomes helps in the splitting of chromosomes into chromatids. കാരണം സ്പിൻഡിൽ ഫൈബേഴ്സ് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് സെൻട്രോമിയറിൽ വെച്ച് ക്രോമസോംസ് സ്പ്ലിറ്റ് ചെയ്ത് ക്രോമാറ്റിഡ്സ് ആവുന്നത്. അപ്പോൾ സ്പിൻഡിൽ ഫൈബേഴ്സ് അതിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 3 മാർക്സ് ക്വസ്റ്റ്യൻ്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ് നമ്മൾ. ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ഓഫ് ദ സെൽ ഡിവിഷൻ. എ പാർട്ട് ഐഡൻറ്റിഫൈ ദ സ്റ്റേജ്. ബി പാർട്ട് ലേബൽ ദി പാർട്സ് എ ആൻഡ് ബി. സി പാർട്ട് മെൻഷൻ എനി വൺ പെക്യുലാരിറ്റി ഓഫ് ദ പാക്കറ്റിംഗ് സ്റ്റേജ് ഓഫ് മിയോസിസ്. ഇവിടെ ഇതേപോലത്തെ ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഒരിടത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ എപ്പിസോഡിലോ ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഡയഗ്രാം തന്നിട്ട് എ പാർട്ട് എ എന്ന് ലാബിൽ ചെയ്തേക്കുന്നത് ഐഡൻറ്റിഫൈ ദ സ്റ്റേജ് ആദ്യം പറയാം. ഏതാണ് സ്റ്റേജ്? മെറ്റാഫേസ് ആണ്. ലേബൽ ദി പാർട്സ് എ ആൻഡ് ബി. നമുക്കറിയാം എ എന്താണ്? സ്പിൻഡിൽ ഫൈബർ. ഇതേ ചോദ്യം നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. ബി എന്താണ്? ക്രോമസോം ആണ്. ഇനി ഇവിടുത്തെ സി പാർട്ടിനാണ് ഒരു വ്യത്യസ്തത ഉള്ളത്. മെൻഷൻ എനി വൺ പെക്യുലാരിറ്റി ഓഫ് ദ പാക്കറ്റിംഗ് സ്റ്റേജ് ഓഫ് മിയോസിസ്. മിയോസിസിലെ പാക്കറ്റിംഗ് സ്റ്റേജിന്റെ എന്തെങ്കിലും ഒരു പെക്യുലാരിറ്റി പറയാനാണ് പറയുന്നത്. അത് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ പാക്കറ്റിംഗ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? ക്രോസിംഗ് ഓവർ ആണ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഒന്നെങ്കിൽ ക്രോസിംഗ് ഓവർ ടേക്സ് പ്ലേസ് എഴുതാം, അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ദി റീകോമ്പിനേഷൻ നോഡ്യൂൾ എന്ന് പറഞ്ഞാലും ശരിയാണ്. അപ്പോൾ ഇത്രയുമാണ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിലെ 3 മാർക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് 1 മാർക്ക്, 2 മാർക്സ്, 3 മാർക്സ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഡിസ്കഷനിൽ കൂടെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരിക്കും ഈ ചാപ്റ്ററിൽ ഏതൊക്കെ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യണം. മൈറ്റോസിസിലെ മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ് വിട്ട് കളയാൻ പാടില്ല. ഡയഗ്രാം അടക്കം വരച്ച് പഠിക്കണം. പിന്നെയോ സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ് നമ്മൾ അറിയണം. ഇനി മിയോസിസ് മുഴുവൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മിയോസിസ് 1-ലെ പ്രോഫേസ് 1-ലെ ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ് തറോ ആക്കേണ്ടതുണ്ട്. ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ് ഇത്ര മാത്രം പഠിച്ചു പോയാൽ മതി. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും.